ഹലോ. അനുനെ അതിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇന്നിതാ വേറൊരാളും കൂടിയുണ്ട്. ആ ചേട്ടന് ഇന്ന് ലീവാണ് കേട്ടാ. അതുകൊണ്ട് തന്നെ അനുനിയാദിക്ക് ഒരു കമ്പനിയും കൂടിയായി. അങ്ങനെ നമ്മൾ അനുനെ അതിനെയും കൊണ്ടുവിട്ടിട്ട് പൊതുവേല് ചേട്ടന് ലീവുള്ള ദിവസം നമ്മൾ എവിടെയെങ്കിലും രാവിലെ തന്നെ കറങ്ങാൻ പോവേ. അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വീട്ടിലേക്ക് വരും. എന്തെങ്കിലും സാധനമെല്ലാം വാങ്ങിക്കാനുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ട്. അങ്ങനെ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഫോഗാണേ. ഇപ്പം ഫോഗെല്ലാം രാവിലത്തേക്ക് നല്ല ഫോഗായിരിക്കും കേട്ടാ. വിസിബിലിറ്റി എല്ലാം കുറവാണ്. അങ്ങനെ മെല്ലെ ഇറങ്ങി. ഇനിയിപ്പം തണുപ്പായി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്ന നല്ല കാഴ്ചകളാണ് കേട്ടാ. ഒന്നാമത്തത് ഈ ഫ്ലവേഴ്സ്. നിറയെ പൂക്കളുണ്ടാവും. നമ്മുടെ നാട്ടിലെ മല്ലികയും ജമന്തിയെല്ലാം ഇല്ലേ? അതുപോലത്തെ സീനിയെല്ലാം ഉണ്ടാവും നിറയെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ അറിയില്ല. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ തോന്നും എടുത്താലോ എടുത്താലോ, പക്ഷെ എടുക്കരുത്, ഫൈൻ കിട്ടും. അങ്ങനെ നമ്മൾ കോർണിഷിന്റെ സൈഡിലേക്കാണ് പോയിട്ട് നമ്മളധികം അനുനെ അതിന് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മ അധികം വരുന്നൊരു വഴിയാണ് കേട്ടോ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒന്ന് വെയിലെല്ലാം കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് പോലാന്നേ. ഇന്ന് ഇങ്ങനെ ഒരു മൂടൽ മഞ്ഞ് കണക്കിയുള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. പൊതുവേല് ആരിക്കെല്ലാം ഇഷ്ടാണ് ഇങ്ങനെ രാവിലെ എന്തെന്ന് പറയില്ല ഈ മൂടൽ മഞ്ഞിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് മെജോറിറ്റി നമ്മൾ എടുത്ത ക്ലൈമറ്റും ചൂടാണ്. എപ്പോഴെങ്കിലും മാത്രമല്ല ഇങ്ങനെ കിട്ടൂലൂ. ഈ വിന്റർ സീസൺ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അന്നേരം മാത്രം കിട്ടുന്നൊരു ആം, സന്തോഷമുള്ള കാര്യമാണ് ഇതെല്ലാം. ഗോൾ സെന്റർ ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. കണ്ട ആകാശമെല്ലാം നല്ല ഭംഗിയില്ലേ ഇപ്പം. അങ്ങനെ കുറേ സമയം ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഏത് സൈഡിൽ പോകേണ്ടത് എന്നുള്ള ടെൻഷനിലാണ്. എവിടെ പോയി ഇരിക്കും, എവിടെ പോയി വണ്ടി വർക്ക് ചെയ്തിട്ട് ഏത് നല്ലൊരു സ്ഥലത്ത് പോയിട്ട് വേണമല്ലോ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണേ. പോയയിടത്തുനിന്ന് ഞാൻ പറയും ഓ ഇത് അത്ര വൈബ് സെറ്റല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും മടങ്ങോട്ടാ. അങ്ങനെ ഏകദേശം ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഇരുന്നു. ഇപ്പം ഇയാടെ ഒരു ഫ്ലാഗ് നിങ്ങൾക്ക് പെട്ടെന്ന് വിസിബിൾ ആവുന്നില്ല. ശരിക്കും അതൊരു ഫ്ലാഗ് ഉണ്ട് കേട്ടാ. കണ്ടാ അത് ഒരു സൈഡിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ ഈ ഫ്ലാഗ് അനങ്ങാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല ഫ്ലാഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇപ്പം ആടെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഫ്ലാഗ് വെച്ചിട്ടെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ട് നാഷണൽ ഡേ കഴിഞ്ഞിട്ട് ഇപ്പം അത്രല്ലേ ആയിട്ടു. അതുകൊണ്ടാണ്. ഇതിപ്പോ നമ്മള് മജാസിന്റെ സൈഡിലേ പോയി ഏകദേശം ആ ഒരു ഏരിയയിൽ തന്നെയാട്ടാ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് സമയം നടന്നിട്ട് വരാൻ വിചാരിച്ചു. ആ ബിൽഡിങ്ങിൽ ലൈറ്റ് കണ്ട സൺറൈസിന്റെ സമയത്ത് അങ്ങനെ അത് റിഫ്ലക്റ്റ് ആവുന്നതാണേ. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. എന്താ പറയാ ബിൽഡിങ്ങിന് ആരോ ലൈറ്റ് അടിച്ചു കൊടുക്കുന്ന കണക്ക് തോന്നില്ലേ. നല്ല കാം ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. അതുകൊണ്ടാണ് നമ്മ ഇത് ചൂസ് ചെയ്തത് കേട്ടാ. ഇങ്ങനെ ഇതിപ്പം ബ്രിഡ്ജിന്റെ അടിയിലേ നമ്മളിങ്ങനെ നടന്നിട്ട് പോവേന്ന് കേട്ടാ. ഇപ്പൊ മുമ്പെല്ലാം നമ്മ അധികം വരുന്ന ഒരു സ്ഥലമാണ്. വൈകുന്നേരം കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും ഏടാ. ഇതിപ്പോ രാവിലെ ഏകദേശം ഒരു 7 മണി ആ സമയമാണ്. അതുകൊണ്ടാണ് അധികം വലിയ തിരക്കൊന്നും ഇല്ലാത്തത്. അപ്പുറം ഇപ്പുറം നടന്നു പോകേണ്ട വഴിയും നടുക്ക് ഇതുപോലെ ഒരു കനാൽ കണക്കെയാണ്. ഇതിന്റെ സൈഡിൽ തന്നെയാണ് അല്ലയ വാട്ടർ കനാലെല്ലാം വരുന്നത്. ജെല്ലി ഫിഷ് എല്ലാം ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഞാനിതിന് മുന്നേല് ഇതിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം ഞാൻ കണ്ടുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമില്ല. പക്ഷെ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ ശരിക്കും വണ്ടർ അടിച്ചിന് കേട്ടോ. ഈ ടിവിയിലെല്ലാം കാണുന്നതല്ലാണ്ട് നേരിട്ട് കാണുന്ന സമയത്ത് നല്ല ഭംഗിയാണ്. ഇങ്ങനെ കുറച്ച് കുറച്ച് ആടെ എല്ലാം ആയിട്ട് ഉണ്ടാവലുണ്ടേ. ഇവിടെ രാത്രിയാകുമ്പോൾ നല്ല തിരക്കുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ സൈഡിലെല്ലാം കുറച്ച് ഷോപ്പും അങ്ങനെയുള്ള സംഭവങ്ങളിലുണ്ട് കേട്ടാ. റെസ്റ്റോറൻറ്റും ഐസ്ക്രീമിന്റെ സംഭവങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ കനാൽ കണക്ക് കാണുന്നുണ്ടല്ലോ. അവിടെ ഒരു ബോട്ടെല്ലാം വരും. ബോട്ട് വരും എന്ന് പറഞ്ഞാൽ ബോട്ട് അവിടെ തന്നെ ഉണ്ട് നിറച്ചും ലൈറ്റില്ല. ഇതിപ്പോൾ ഞാൻ രാത്രി കുറച്ച് നാൾ മുന്നേ പോയതാണ്. ഇപ്പം റീസെൻ്റ്ലി പോയിട്ടൊന്നുമില്ല. നിറയെ ലൈറ്റെല്ലാം ഇട്ടിട്ട് ബോട്ടെല്ലാം ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇങ്ങനെ ബോട്ടും വെള്ളമെല്ലാം പേടിയായതുകൊണ്ട് ഞാനിതുവരെ കയറി നോക്കിയിട്ടൊന്നുമില്ല കേട്ടാ. പിന്നെ അങ്ങനെ മുകളിലോട്ട് കയറി ഇങ്ങനെ ബ്രിഡ്ജ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള ബ്രിഡ്ജെല്ലാം ഉണ്ട്. അപ്പൊ കണ്ടാ ഫുൾ ചെയറെല്ലാം വെച്ചിട്ട് ഇത് റെസ്റ്റോറൻറ്റിന്റെ ചെയറാണ്. അന്നേരം രാത്രി നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുമല്ലോ രാത്രി ഈട എന്തായിരിക്കും വൈബ് എന്നുള്ളത്. അപ്പം അജയേട്ടൻ എന്നോട് പറയുകയും ചെയ്തു ഇത്ര ഒഴിഞ്ഞിട്ട് അല്ലെങ്കിൽ
തിരക്കൊന്നും ഇല്ലാണ്ട് കാണണമെങ്കിൽ ഇത്ര രാവിലെ വരണമെന്ന്. കാരണം രാത്രിയാവുമ്പോൾ നല്ല തിരക്കുണ്ടാവും. നമുക്കാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് നടക്കാനൊന്നും പറ്റില്ല. ഇത് ബ്രിഡ്ജിന്റെ മോളില് കേറിയിട്ട് ഇങ്ങനെ നിക്കുന്നതാണ്. നല്ല രസമല്ലേ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ പെയിന്റിംഗ് എല്ലാം ഇളകിയിട്ടുണ്ട്. പക്ഷെ ഓവറോൾ കാണുമ്പോൾ നല്ല രസമുണ്ട് ട്ടോ. അടുത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു പെയിന്റിംഗ് എല്ലാം ഇളകിയ പോലെയുണ്ട്. 2 സൈഡും നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ഉണ്ട് ട്ടാ. ഒന്നാമത് ഇപ്പം സമയം ആ ഒരു രാവിലെ പിന്നെ ഒരു മഞ്ഞിന്റെതെല്ലാം കൂടിയിട്ട് എന്തോ എന്തോ ഒരു ഭംഗി. എനക്കെന്തോ രാവിലെ കുറച്ചും കൂടിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനക്ക് രാത്രിത്തെ ഞാൻ എപ്പോഴും ചേട്ടനോട് പറയുന്നതാണ്. എനിക്ക് രാത്രിത്തെ വ്യൂ ഒട്ടും ഇഷ്ടല്ല. എനിക്ക് രാത്രി യാത്ര ചെയ്യാൻ ഇഷ്ടാണ് ഓക്കെ. പക്ഷെ കാഴ്ചകൾ കണ്ടിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് രാത്രി ഇഷ്ടല്ല. നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാണ്ട് പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് രാത്രി പോകുന്നത് ഇഷ്ടല്ല. എനിക്ക് രാവിലെ പോകുന്നതാണ് ഇഷ്ടം. കാരണം എനിക്ക് രാവിലത്തെ വ്യൂ ആണ് എനിക്കിഷ്ടം. ഞാനൊരു ഡേ പേഴ്സൺ ആണ്. നൈറ്റ് പേഴ്സൺ അല്ല. ഇങ്ങനെ ഇതെല്ലാം ഇവിടെ റെസ്റ്റോറന്റും അങ്ങനെയുള്ള സംഭവങ്ങളിലാണ് വരുന്നത്. അടിപൊളി സെറ്റപ്പ് എല്ലായിട്ട് സീറ്റെല്ലാം ചെയറെല്ലാം അവിടെ തന്നെയാണ് ട്ടോ വെക്കല്. അവിടെ ക്ലീൻ ചെയ്യും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. ഇപ്പം അവിടെ എന്താ പറയല് എന്തെങ്കിലും വേസ്റ്റെല്ലാം ഉണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ ക്ലീൻ ചെയ്യാൻ അതിലേ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ ഒരാൾ അതിലേ പോകുന്നുണ്ട് ക്ലീൻ ചെയ്തുകൊണ്ട്. പിന്നെ ഇന്നത്തെ രാവിലെ കുറച്ച് ഇച്ചിരി നേരം നടന്നു ട്ടാ. ഇപ്പൊ വീഡിയോ എല്ലാം ഞാൻ ഫുള്ള് ക്യാപ്ചർ ചെയ്തിട്ടില്ലാന്നേലും അതിന്റെ ഇടയിൽ വലിയൊരു പൂച്ചേനെ കണ്ടു. സംഭവം ഈ വീഡിയോ എല്ലാം കണ്ട് കഴിഞ്ഞാൽ അനുവാദിയെ ചെറുങ്ങനെ ഒന്ന് കുഴപ്പാക്കുവേ. കാരണം നമ്മള് സ്കൂളിൽ വിട്ടിട്ട് ഇങ്ങനെ രണ്ടാൾ കറങ്ങാൻ പോകുന്നു പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങനെ നേരെ അടുത്ത ലക്ഷ്യം നമുക്ക് വണ്ടീന്റെ അടുത്തേക്ക് പോണം. പാർക്കിങ്ങിൽ പോണം. വണ്ടിയിൽ കയറണം. പിന്നെ അടുത്ത എവിടെയെങ്കിലും എന്നാ ഒരു സാധനം വാങ്ങിക്കാൻ പോവാനുണ്ട്. അന്നേരം ഏതെങ്കിലും ഈ സമയത്ത് 7:30 ആ സമയത്തൊന്നും നെസ്റ്റോ നെസ്റ്റോ, ലുലു അങ്ങനെ 8 മണി ആ സമയത്താണ് തുറക്കല്. എവരിഡേ സെന്റർ പറഞ്ഞിട്ട് നമ്മളെ അവിടെ തന്നെ ഒരു ഷോപ്പുണ്ട്. അവിടെയാവുമ്പം 24 ഹവേഴ്സ് ആണ്. അവിടത്തേക്ക് പോവാ വിചാരിച്ചിട്ട് നിക്കേനെ. ഇപ്പം ഏകദേശം സൂര്യൻ ചേട്ടനെല്ലാം വന്നു. കാണുന്നുണ്ട്. കുറച്ച് ലൈറ്റെല്ലാം വന്നു. നേരത്തെ കുറച്ച് എന്താ പറയില്ല ഫോഗെല്ലാം കൊണ്ട് അങ്ങനെ അത്ര ലൈറ്റൊന്നും ഇല്ലതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായില്ല ട്ടാ. ഇപ്പം എല്ലാരും തല പൊന്തിച്ചു. അതുകൊണ്ട് കുറച്ച് സൺലൈറ്റ് എല്ലാം എത്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നല്ല ഭംഗിയുണ്ട്. കാരണം ഇങ്ങനെ പുകേൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ് അടിക്കുന്ന പോലെയില്ലേ. ഇത് ശരിക്കും വീഡിയോയിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ട്ടാ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടേ. കാണാൻ വേണ്ടിയിട്ട് ഒരു പുകമയം തന്നെ എല്ലായിടത്തും. അങ്ങനെ ഡേ സെന്ററിൽ പോയി എനിക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ ഓർമ്മയില്ല. ലാസ്റ്റ് ബില്ലടിക്കാനാവുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ സാധനമെല്ലാം വാങ്ങിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് പോയേ. വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ലഞ്ച് ലഞ്ച് എല്ലാം റെഡിയാക്കി. പിന്നെ ഇന്ന് അനുവിൻ്റെയും അതിൻ്റെയും പാസ്പോർട്ട് റിന്യൂവലിൻ്റെ അപ്പോയിൻമെന്റ് എടുക്കുക. അങ്ങനത്തെ കുറച്ച് കുറച്ച് ചില്ലറ കാര്യങ്ങളുണ്ടേ. അതിനും കൂടിയിട്ട് ആ ചേട്ടൻ ലീവാക്കിനി കേട്ടാ. അന്നേരം അത് റിലേറ്റഡ് ആയി ഒരു ഫോട്ടോ എടുക്കാനെല്ലാം ഉണ്ട്. അന്നേരം അനുവാദിനെ സ്കൂളിൽ വിട്ടിട്ട് നേരെ ഫോട്ടോ എടുക്കാൻ പോവാന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടായത്. അന്നേരം ഉച്ചയ്ക്ക് ശേഷം പിന്നെ അതായി തിരക്ക്. അങ്ങനെ ഇന്ന് ഫുൾ എൻഗേജ്ഡ് ആണ് കേട്ടാ.
അങ്ങനെ വൈകുന്നേരമായി അനുനിയാതിനെയും കൂട്ടി നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടായില്ലേ. സ്റ്റുഡിയോയിൽ വന്ന് ടൈപ്പിംഗ് സെന്ററിൽ പോകണം. അങ്ങനെ കുറച്ച് തിരക്കുണ്ട്. അന്നേരം ഫോട്ടോ ഓൾറെഡി എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ. എങ്ങനെയായിരിക്കും ഫോട്ടോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട്. അവസാനം ഫോട്ടോ കിട്ടി. ഇപ്പൊ കഴിഞ്ഞ വർഷവും ഇവർക്ക് വിസ റിന്യൂവലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിനി. അതും പിങ്ക് ഡ്രസ്സ് തന്നെ. ഇതും പിങ്ക് ഡ്രസ്സ്. ഡ്രസ്സ് രണ്ടും വേറെ വേറെ. എന്നാലും കളർ ഏകദേശം സെയിം ആണ് കേട്ടോ വരുന്നത്. അന്നേരം ഈ ഫോട്ടോ അമ്മക്ക് അയച്ചു കൊടുക്കുമ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾക്ക് ഈ പിങ്ക് കളർ ഡ്രസ്സ് മാത്രമേ ഇല്ലൂ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ മാല എന്താന്ന് അറിയില്ല. ഫോട്ടോയിൽ കറുത്തു പോയിട്ടുണ്ടായിനി. ഈ ഫോട്ടോ പ്രിന്റ് എടുത്തതിൽ മാത്രമാണ് കേട്ടാ. നമ്മൾ വാട്സപ്പിൽ അയച്ചു തരുമല്ലോ, മെയിൽ അയച്ചു തരുമല്ലോ. അതില് പിന്നെ കറക്റ്റ് എല്ലാം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പ്രിന്റ് എടുത്തതിൽ എന്തോ മാലേന്റെ കളർ എന്തോ ഒരു കറുപ്പടിച്ച പോലെയുണ്ട്. പിന്നെ അങ്ങനെ വെച്ച് നോക്കിയേന്ന് രണ്ടാളും. അവരെ ഫോട്ടോ അവരിങ്ങനെ വെച്ച് നോക്കിയേന്ന്. എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം പറയണം ട്ടാ. ഫോട്ടോയിൽ കാണാൻ വേണ്ടിയിട്ട് അവർ ഒരുപോലെ ഉണ്ടോ? പിന്നെ അനുനെ അതിനെയും കൂട്ടിയിട്ട് എന്തിനാ അപ്പൊ ആ ലുലുവില് എങ്ങനെ എന്തോ എന്തോ സംഭവം വെറുതെ കയറിയതാന്ന് തോന്നുന്നു. ആ എന്തോ പാലും മുട്ട അങ്ങനെയുള്ള സംഭവങ്ങൾ മേടിക്കാനുണ്ട്. നമ്മള് പിന്നെ നേരെ മോള് ഡ്രസ്സിന്റെ സെക്ഷൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് കേറിയിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നേരെ മോളിലോട്ട് പോയി. പിന്നെ അങ്ങനെ കേറി. ഒന്നുമില്ല കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ബാഗിന്റെ സെക്ഷനിൽ ഞാൻ നടക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ബാഗ് കണ്ടു. പക്ഷെ അതെങ്ങനെ അനു ആദ്യം തുറന്ന് കാണിച്ചിട്ടുണ്ടായിനി. പക്ഷെ അതെങ്ങനെ തുറക്കേണ്ടത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല ട്ടാ. അതിന്റെ പല വെറൈറ്റി ഉണ്ട്. ഇങ്ങനത്തെ ബാഗെല്ലാം എടുക്കുന്നവരുണ്ടാവുമായിരിക്കും അല്ലെ? എനിക്ക് അത്ഭുതം തന്നെ അത് കണ്ടിട്ട്. ഇങ്ങനെ അനുവാദി ഗത കണക്കെല്ലാം ആക്കുന്നുണ്ടായിനി അതിങ്ങനെ പിടിച്ചിട്ട്. കൂടാൻ കണ്ട ഇങ്ങനെ നമ്മളെ വെള്ളമെല്ലാം കുരുന്ന പാഞ്ഞിന്ന് പറയും നമ്മ. വെള്ളം കോരുന്ന പാഞ്ഞിയില്ലേ? അതുപോലെല്ലാം ആക്കുന്നുണ്ട്. അതെങ്ങനെ തുറക്കേണ്ടത് എനക്ക് അതിന്റെ ട്രിക്ക് മനസ്സിലായിട്ടേ. കുറേ ടൈപ്പ് ബാഗുണ്ട്. പക്ഷെ ഇതൊരു വെറൈറ്റി ആയിപ്പോയി. എല്ലാരും ആരെങ്കിലും മേടിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലെ? അല്ലാണ്ട് അങ്ങനെ വിക്കാൻ വെക്കൂലല്ലോ. ഉണ്ടാവുമായിരിക്കും. കണ്ട അവള് കണ്ട. അവളത് വെച്ചിട്ട് എന്തെല്ലോ കോപ്രായം കളിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഭംഗിയുണ്ട്. പക്ഷെ അത് ഉമ്മ കാണാൻ ഭംഗിയുണ്ട് അല്ലാണ്ട് ഇതെടുത്ത് നടക്കലൊരു ഇതന്നല്ലേ. അങ്ങനെ സമയം 16:41 അതായത് 4:41 ട്ടാ. പിന്നെ ഇങ്ങനെ നേരെ വീട്ടിലേക്ക് പോന്നേ. നല്ലോണം ലേറ്റായി. നല്ലോണം ലേറ്റായി പറഞ്ഞാൽ രാവിലെ മുതലേ നമ്മള് യാത്ര. പിന്നെ അനുവിന്റെയും അതിന് സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ടും യാത്രയായില്ലേ. എന്നാ പിന്നെ ആയിക്കോട്ടെ ട്ടാ. ഓക്കെ എന്നാല്.